ഡൽഹിയിൽ പലതും വെളുത്തുവരികയാണ്. തലസ്ഥാനം തൂത്തുവാരാൻ 49 ദിവസം തന്നെ ധാരാളം എന്ന് തെളിഞ്ഞു. വരാനിരിക്കുന്ന മഹായുദ്ധത്തിന് വെടിക്കോപ്പൊരുക്കിയാണ് കെജ്രിവാളിൻ്റെ പുറപ്പാട്. അംബാനിമാരുടെ കമ്പനി ഭരണത്തിനെതിരെ കൂടി വാൾ വീശിയെറിഞ്ഞാണ് കെജ്രിയുടെ പോക്ക്. നമ്പർ 10 ജൻപത്തിൽ മാത്രമല്ല, പുതിയ ഇനം ചായക്കടകളിൽ പോലും ഇതിൻ്റെ അമ്പരപ്പ് മാറിയിട്ടില്ല. കുലുങ്ങാത്തത് AKG ഭവൻ മാത്രമാണ്. കാരണം അമ്മി കുമ്മായമായാൽ പോലും അവിടെ കുലുങ്ങില്ല. സംഗതി എന്തായാലും രാജ്യം പിടിക്കാനുള്ള ഇത്തരം അംഗപ്പുറപ്പാടുകൾ ഇനിയുമേറെ കാണുമെന്ന പ്രതീക്ഷയോടെ തുടങ്ങട്ടെ. ഡൽഹിയിൽ മാത്രമല്ല അമ്പരപ്പ്. ഡൽഹിയിൽ നിന്ന് വന്ന തീരുമാനങ്ങളുടെ പേരിൽ കേരളത്തിൽ ചിലർക്കുണ്ടായ അമ്പരപ്പ് ഇനിയും മാറിയിട്ടില്ല. ജീവിച്ചിരിക്കുന്ന ഗാന്ധി AK ആൻ്റണി ആണെന്ന രാഷ്ട്രപതിയുടെ പ്രഖ്യാപനം ഉണ്ടാക്കിയ അമ്പരപ്പ് പുറത്ത് കാണിക്കാതെ പിടിച്ചു നിന്നപ്പോഴാണ് ആദർശത്തിൽ തരിമ്പും വിട്ടുവീഴ്ചയില്ലെന്ന പ്രഖ്യാപനം AICCയിൽ നിന്നും ഉണ്ടായത്. അതിനായി കേരളത്തിലെ പാർട്ടിയെ നയിക്കാൻ പുതിയ ആളെ കണ്ടെത്തുകയും ചെയ്തു. സന്തോഷാധിക്യത്താൽ ഉമ്മൻചാണ്ടിക്ക് ഇതുവരെ ജലപാനത്തിനുള്ള നേരം പോലും കിട്ടിയിട്ടില്ല. രമേശിന് പക്ഷേ അങ്ങനെയല്ല. 9 വർഷത്തെ മധുരിക്കും ഓർമ്മകൾ അയവിറക്കിയാണ് രമേശ് പഴയ താക്കോൽ സുധീരന് കൈമാറിയത്. ഞാൻ KPCC പ്രസിഡന്റായി ചാർജെടുത്തത് ഏറ്റവും കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും ദുർഘടമായ ഒരു കാലഘട്ടത്തിലാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തീഷ്ണമായ അതെന്താണോ നിങ്ങൾക്കറിയാവുന്നത് അതങ്ങ് മനസ്സിലിരുന്നു. കഠിനാധ്വാനത്തിന്റെയും നാളുകളായിരുന്നു 9 വർഷക്കാലം. APC പ്രസിഡന്റ് മന്ത്രിയായിട്ട് വരാൻ ആരുടെയും ഔദാര്യം വേണ്ട, അദ്ദേഹത്തിന് വരാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതിന് ബഹുമാനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും AK ആന്റണി, വയലാർ രവി തുടങ്ങിയ നേതാക്കളുടെയും ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെയും പിന്തുണയും സഹകരണവും ലഭിച്ചത് ഞാൻ അനുസ്മരിക്കുകയാണ്. അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരുന്നതിനൊരു താല്പര്യം ഇതുവരെ അറിയിച്ചിട്ടില്ല. കാരണം ഉമ്മൻചാണ്ടിയും ഞാനും ഒരു ടീമായിട്ട് 9 വർഷക്കാലം പ്രവർത്തിക്കുകയുണ്ടായി. കാരണം മന്ത്രിയേക്കാൾ വലിയ സ്ഥാനമാണ് KPC പ്രസിഡന്റ് സ്ഥാനം. രമേശ് പറഞ്ഞതാണ് യാഥാർത്ഥ്യം. ഒരു ടീമായി പ്രവർത്തിച്ചതിൻ്റെ ഗുണം പാർട്ടിക്കും സംസ്ഥാനത്തിനും മാത്രമല്ല നാട്ടാർക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണല്ലോ ഭരണത്തിൻ്റെ ചെറു താക്കോലെടുത്ത് പാർട്ടിയുടെ വലിയ താക്കോൽ വിട്ടുകൊടുത്തത്. സവിശേഷമായ കാലത്തുള്ള ഇത്തരം മാറ്റങ്ങളെ യഥാവിധി ആഘോഷിക്കാൻ ഏതൊരു കോൺഗ്രസ്സുകാരനും ന്യായമായും അർഹതയുണ്ട്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഗവൺമെന്റ് 1000 ദിവസം പൂർത്തിയാക്കുകയാണ്. ഒരു വസന്തകാലം തുടരുകയാണ്. ഒരു വസന്തകാലം തുടരുകയാണ്. സുധീരൻ അധ്യക്ഷനായതുകൊണ്ട് മാത്രമല്ല ഈ വസന്തം. അത് ഇന്നും ഇന്നലെയുമുള്ളതുമല്ല. കോൺഗ്രസിൽ ഇത്തരം വസന്തം വിട്ടൊഴിഞ്ഞ കാലം തന്നെ ഉണ്ടായിട്ടില്ല. ആരും മോഹിച്ചു പോകുന്ന ഈ ഐക്യം കൂടുതൽ ശക്തമായി തന്നെ തുടരുമെന്നതിലാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആഹ്ലാദം അലയടിക്കുന്നതത്രേ. എങ്ങനെയാണോ 9 വർഷക്കാലം ഐക്യത്തോടെ മുന്നോട്ട് പോയത് അതുപോലെ തന്നെ പോകുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം, എൻ്റെ പ്രത്യാശ. തീർച്ചയായും സുധീരന് അത് കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹൈക്കമാൻഡിനോട് ചോദിക്കുക, അവരുടെ ആള് വരുമല്ലോ. അധികാരം ചില സമയത്ത് അധികാരമില്ലാത്തവരിലേക്ക് വരും. ആളുകൾ മാറി മാറി വരികയല്ലേ. അതിനകത്ത് എന്തെങ്കിലും അപാകതയിട്ട് തോന്നുന്നില്ല. തന്നെയല്ല, ഇത്രയും കാലം അധികാര സ്ഥാനത്തില്ലാത്ത ഒരാൾക്ക് ഒരു അവസരം കൊടുത്തു എന്ന് പറയുന്നതും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. എന്റെ കാലഘട്ടങ്ങളിൽ ശ്രീ സുധീരന്റെ പിന്തുണ എപ്പോഴും എനിക്ക് ലഭിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ പദപ്രയോഗത്തോട് ബാക്കിയുള്ള എല്ലാ സ്നേഹവും ബഹുമാനം നിലനിർത്തിക്കൊണ്ടെന്ന് പറയാറ് ദയവായി പ്ലീസ്. പരസ്പര പിന്തുണയാണ് ഐക്യത്തിൻ്റെ അടിക്കൽ തന്നെ. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ രമേശനുണ്ടായ ശക്തിയും ഈ ഐക്യം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ വാക്കിലും എടുത്ത തീരുമാനത്തിലും രമേശന് എല്ലാ കാലവും ഉറച്ചു നിൽക്കാനായതത്രേ. ഒരു കാര്യം കൂടി, ദൃശ്യമാധ്യമങ്ങളുടെ കാലമാണ്. ഒരു ഘട്ടത്തിലും എൻ്റെ ഒരു പ്രസ്താവനയോ പത്രസമ്മേളനമോ പണ്ടിത് പറഞ്ഞു ഇപ്പോഴിത് പറയുന്നു എന്ന് റീപ്ലേ ചെയ്യാനുള്ള അവസരം ഞാൻ കൊടുത്തിട്ടില്ല.
അത് ആ ക്രെഡിബിലിറ്റി നിലനിർത്താൻ ഞാൻ എന്ന് ശ്രമിച്ചിട്ടുണ്ട്. എന്റെ എല്ലാ പത്രസമ്മേളനങ്ങളും ഒരു വാക്ക് പോലും പിന്നെ തിരുത്തി പറയേണ്ടി വന്നില്ല. കാരണം എന്റെ പ്രായത്തെക്കാൾ കൂടുതൽ പക്വത ഞാൻ ആ കാര്യത്തിൽ കാട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വെച്ച് ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ KPCC പ്രസിഡന്റായി തുടരുന്നതാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്ക് ഞാൻ ഉണ്ടാകില്ല. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ്. അദ്ദേഹം നാളെ 11:20 രാജ്ഭവനിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതെല്ലാം തീരുമാനിക്കേണ്ടത് UDF നേതൃത്വമാണ്, മുഖ്യമന്ത്രിയാണ്. അവരാ കാര്യങ്ങൾ തീരുമാനിക്കും. പണ്ടിത് പറഞ്ഞു ഇപ്പോഴിത് പറയുന്നു എന്ന് റീപ്ലേ ചെയ്യാനുള്ള അവസരം ഞാൻ കൊടുത്തിട്ടില്ല. റീപ്ലേ ചെയ്യാനുള്ള അവസരം ഞാൻ കൊടുത്തിട്ടില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും പാർട്ടിയുടെയും UDFന്റെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കും. ഞാൻ KPCC പ്രസിഡന്റ് അഭിനന്ദിക്കുന്നു. KPCC പ്രസിഡന്റ് ഒരു പ്രസിഡന്റായത് ഇന്നത്തെ പ്രസ്താവനയോടുകൂടിയാണ് എന്ന് പോലും ഞാൻ പറയും. അത് ആ ക്രെഡിബിലിറ്റി നിലനിർത്താൻ ഞാൻ എന്ന് ശ്രമിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു എന്ന് ആര്യാടനെ പോലുള്ളവർക്ക് തോന്നിയ സന്ദർഭവും ഇങ്ങനെ ക്രെഡിബിലിറ്റി കൂട്ടുമ്പോഴാണ്. ഒരു പ്രസിഡന്റ് ആകണമെങ്കിലുള്ള മിനിമം യോഗ്യത ഇങ്ങനെ പലതുമാണ്. പുതിയ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞ വാക്കുകളുടെ കാര്യത്തിലും ഇതുപോലെ ക്രെഡിബിലിറ്റി കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇതുമാത്രമല്ല, പ്രസിഡന്റ് നിയമനത്തിനുള്ള യോഗ്യത അതറിയാവുന്നയാൾ വെള്ളാപ്പള്ളി നടേശനാണ്. പ്രബലമായി നിൽക്കുന്ന എയും ഐയും ഒരേപോലെ പറഞ്ഞ് സൂര്യനെ എടുക്കരുതെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം കൊണ്ടല്ല ഇപ്പോഴും KPCC പ്രസിഡൻ്റായത്. പ്രത്യേകിച്ചും AK ആൻ്റണിയുടെ പ്രത്യേക ഒരു ഔദാര്യം. ഇരു ഗ്രൂപ്പുകളിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ മറ്റൊരു ഗ്രൂപ്പിനെ വിഴുങ്ങാൻ ശ്രമിക്കുമെന്നുള്ളതുകൊണ്ട് ഒരു ഗ്രൂപ്പ് സമവാക്യത്തിൻ്റെ പേരിലും ഒരു ജാതിയുടെ പേരിൽ ഇദ്ദേഹം ജനിച്ച ജാതിയുടെ ഗുണം കൊണ്ടാണ് കിട്ടിയത്. കാരണം താക്കോൽ കൂട്ടങ്ങളും പലരും കൊണ്ടുപോകുമ്പോൾ ഒരു കമ്മ്യൂണൽ ബാലൻസിങ് ഇവിടെ വേണമെന്നുള്ള പ്രത്യേകിച്ച് അതിന് താല്പര്യം എടുത്തിട്ടുള്ളത് AK ആൻ്റണിയാണ്. ഇങ്ങനെ സർവ്വ യോഗ്യതകളും കണക്കിലെടുത്ത് നിയമിച്ച പുതിയ പ്രസിഡന്റ് കോൺഗ്രസുകാർ മറന്നുപോയ ഗാന്ധിയെ തിരികെ കൊണ്ടുവരാനുള്ള പ്രയത്നത്തിലാണ്. ഗാന്ധി മാർഗമായിരിക്കും ഇനി കോൺഗ്രസിനും സർക്കാരിനും. നമ്മയൊക്കെ നയിക്കുന്നത് മഹാത്മാഗാന്ധി. പൊതുപ്രവർത്തകർ എങ്ങനെയായിരിക്കണം എന്ന് എന്നെ ചിന്തിപ്പിക്കുന്നത് ഗാന്ധിയുടെ പ്രവർത്തന ശൈലി മനസ്സിലാക്കുമ്പോഴാണ് രൂപം വരുന്നത്. കനവായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നുവോ ഗാന്ധി, കനവായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നുവോ ഗാന്ധി. ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ട് ചമ്പാരനിലും ഖൈരയിലും അഹമ്മദാബാദിലും കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നിട്ട് പ്രവർത്തിച്ച പൊതുപ്രവർത്തകരുടെ രൂപരേഖ എന്നും ഉൾക്കൊള്ളാവുന്ന, തത്വത്തിൽ ഉൾക്കൊള്ളാവുന്ന ആ കാലഘട്ടത്തിൽ നമ്മളാരും ജീവിച്ചവരല്ല. നമുക്കാർക്കും മഹാത്മാഗാന്ധിമാരാകാൻ കഴിയില്ല. നാൾ വഴിയിൽ ഇവനിന്ന് നാമമില്ല, നാട്ടുനടവഴിയിൽ ഈ ഉരുവമോർമ്മയില്ല. എന്നാലും നിലവിളിക്കിടയിലുള്ളിലെ കണ്ണീരിലൂറുന്നു ഗാന്ധി. ആ ഗാന്ധിയൻ സ്വാധീനത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളോടൊപ്പം ജനങ്ങളാണ് ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ശക്തി. ഏതൊരു മഹാപ്രസ്ഥാനത്തിന്റെയും ശക്തി ജനങ്ങളാണ്. ഇവനൊറ്റ മന്ത്രം ഈ ഹിംസ്രജന്തുക്കളെ ഒരിഴയിൽ കൊരുത്തോരു മന്ത്രം. ഇവനൊറ്റ മന്ത്രം ഈ ഹിംസ്രജന്തുക്കളെ ഒരിഴയിൽ കൊരുത്തോരു മന്ത്രം. ഇങ്ങനെയാണ് ഗാന്ധിമാർഗം നടപ്പാക്കുന്നതെങ്കിൽ അതിനെ നേരിടാനുള്ള വഴി CPIM കണ്ടുകഴിഞ്ഞു. ഈ ജനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസിന്റെ കയ്യിൽ അവരുടെ കൈപ്രയോഗമാണ് നടത്തുന്നത്. അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് നമുക്ക് അങ്ങോട്ടും ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണല്ലോ എന്ന്. ഈ കൈ പോലീസിന്റെ കയ്യിൽ മാത്രമല്ല, നമ്മൾ ഈ സമരത്തിന് പോകുന്നവരുടെ കയ്യിലും ഈ കൈ എന്ന് പറയുന്ന സാധനമുണ്ട്.
അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് പിടിക്കുമോ അങ്ങോട്ടും പിടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കളിച്ചു നോക്കിയാൽ ആര് ജയിക്കും? ഇവിടെ എല്ലാ പോലീസുകാരുടെയും ഇത് പിടിക്കണം എന്ന ആള് തീരുമാനിച്ചാൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഈ സാധനം കാത്തുണ്ടാകും. എല്ലാവരുടെയും ഉത്സാഹത്താൽ രമേശ് പറഞ്ഞ വസന്തകാലം നീണാൾ വാഴുമെന്ന് കരുതാം.